അടുത്ത പാഠം ദർദശ. എന്താ ദർദശ? ചാറ്റ്. ദർദശ എന്ന് പറഞ്ഞാൽ ചാറ്റ് എന്നാണ് അർത്ഥം. ചാറ്റ് ചെയ്യാൻ അറിയില്ലേ? വാട്സപ്പിലൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യും അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. അതിനാണ് ചാറ്റ് ചെയ്യുക എന്ന് പറയുക. ചാറ്റിന് അറബിയിൽ പറയുന്ന പേരാണ് ദർദശ. ഇവിടെ രണ്ട് കൂട്ടുകാർ തമ്മിൽ നടത്തുന്ന ചാറ്റാണ് കൊടുത്തിരിക്കുന്നത്. വാട്സപ്പ് വഴിയാണ് അവർ ചാറ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണ്? ഹാഷിമും അജ്വദും. ഹാഷിമും അജ്വദും കൂട്ടുകാരാണ്. ഇത് ഹാഷിമിൻ്റെ ഫോണാണ്. ഹാഷിമിൻ്റെ ഫോണിൽ നിന്നും ഹാഷിം അജ്വദിന് മെസ്സേജ് അയച്ചു. അപ്പോൾ അജ്വദ് തിരിച്ചും മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അവർ ചാറ്റ് ചെയ്തു. അവരെന്തൊക്കെയാണ് ചാറ്റ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം അജ്വദിൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഹാഷിം അസ്സലാമു അലൈക്കും എന്ന് അജ്വദിന് മെസ്സേജ് അയച്ചു. അത് കണ്ട അജ്വദ് തിരിച്ച് എന്ത് മെസ്സേജ് അയച്ചു? വഅലൈക്കും അസ്സലാം മർഹബൻ ബിക യാ ഹാഷിം. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറയണം അല്ലേ? അതിനുശേഷം അജ്വദ് എന്ത് പറയുന്നു? മർഹബൻ ബിക യാ ഹാഷിം. ഹാഷിമേ സ്വാഗതം. ഹാഷിമേ വെൽക്കം. മർഹബൻ വെൽക്കം, സ്വാഗതം. അപ്പോൾ ഹാഷിം പറയുന്നു അഹ്ലൻ, സ്വാഗതം. നമ്മളോട് ഒരാൾ മർഹബൻ അല്ലെങ്കിൽ അഹ്ലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചും മർഹബൻ എന്നോ അഹ്ലൻ എന്നോ പറയണം. അങ്ങനെ ഹാഷിമും അഹ്ലൻ എന്ന് പറയുന്നു. അതിനുശേഷം ഹാഷിം ചോദിക്കുകയാണ് കൈഫ ഹാലുക്ക, ഹൗ ആർ യു? എന്തൊക്കെയാ വിശേഷങ്ങൾ? അപ്പോൾ അജ്വദ് മറുപടി പറയുന്നു അന ബിഖൈർ, ഐ ആം ഫൈൻ. സൈൻ, ത്വയ്യിബ് എന്നൊക്കെ പറയാം. ഐ ആം ഫൈൻ എന്നതിന് സുഖം തന്നെ അല്ലേ? അന ബിഖൈർ, സുഖം തന്നെ, അൽഹംദുലില്ലാ. പിന്നെ ഹാഷിം ചോദിക്കുകയാണ് ഹൽ തുർസിലു ഇലയ്യ നശീദതൻ, നീ എനിക്കൊരു പാട്ട് അയച്ചു തരാമോ? ഹൽ തുർസിലു, നീ അയക്കുമോ? ഇലയ്യ, എനിക്ക്, നശീദ, പാട്ട്. നശീദ എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട്. പാട്ട് അയച്ചു തരാമോ? അപ്പോൾ അജ്വദ് പറയുന്നു തൊബാൻ, തീർച്ചയായും, ഓഫ് കോഴ്സ്. അതാണ് തൊബാൻ, തീർച്ചയായും, തീർച്ചയായും ഞാൻ അയക്കാം. സ ഉർസിലുൽ ആൻ, ഞാൻ ഇപ്പോൾ അയക്കാം. സ ഉർസിലു, ഞാൻ അയക്കാം. അൽ ആൻ, ഇപ്പോൾ, ഞാൻ ഇപ്പോൾ തന്നെ അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് അയച്ചു കൊടുത്തു. പാട്ടിൻ്റെ ഫോട്ടോയാണ് അയച്ചത് അല്ലേ? അപ്പോൾ ഹാഷിം പറയുന്നു ശുക്രൻ, താങ്ക്സ്. പാട്ട് അയച്ചു തന്നതുകൊണ്ട് താങ്ക്സ് പറഞ്ഞു അല്ലേ? ശുക്രൻ. സ അസ്തമിയോ, ഞാൻ കേൾക്കട്ടെ. സ അസ്തമിയോ, ഞാൻ കേൾക്കും, ഞാൻ ഈ പാട്ട് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ശുക്രൻ പറഞ്ഞതുകൊണ്ട് അജ്വദ് അഫ്വൻ എന്ന് പറഞ്ഞു. നമ്മളോട് ശുക്രൻ പറഞ്ഞാൽ തിരിച്ച് അഫ്വൻ പറയണം. ആ പാട്ടാണ് ഇത്. പാട്ടിൻ്റെ പേരെന്താണ്? ഔക്കാത്തുൽ ഫറാഗ്, ഒഴിവ് സമയങ്ങൾ. ഔക്കാത്ത്, സമയങ്ങൾ. ഔക്കാത്തുൽ ഫറാഗ്, ഒഴിവ് സമയങ്ങൾ. ഒഴിവ് സമയമുണ്ടാകുമല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു പാട്ടാണ്. ഒഴിവ് സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇതിലുള്ളത്. പാടി നോക്കാം. ഹയ്യ ഹയ്യ യാ ഇഖ്വാൻ നതഅറഫു സിർറൽ അക്വാൻ. ഹയ്യ ഹയ്യ യാ ഇഖ്വാൻ, സഹോദരങ്ങളെ വരൂ വരൂ. നതഅറഫു സിർറൽ അക്വാൻ, ലോകത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാം. നതഅറഫു, നമുക്ക് മനസ്സിലാക്കാം. സിർറൽ അക്വാൻ, ഈ ലോകത്തിൻ്റെ രഹസ്യം, ലോകങ്ങളുടെ രഹസ്യം. സിർ എന്ന് പറഞ്ഞാൽ എന്താ? രഹസ്യം. വനുഖസ്സിമു വഖ്ത റാഹാത്ത്, വിശ്രമ സമയം നമുക്ക് വിഭജിക്കാം. നുഖസ്സിമു എന്ന് പറഞ്ഞാൽ നമുക്ക് വിഭജിക്കാം, നമുക്ക് വീതം വെക്കാം. ബൈനൻ നാദി വൽ ബുസ്താൻ, ക്ലബിനും പൂന്തോട്ടത്തിനുമിടയിൽ നമ്മുടെ വിശ്രമ സമയം, നമ്മുടെ ഒഴിവ് സമയം നമുക്ക് പകുതി നേരം ക്ലബിലും പകുതി നേരം പൂന്തോട്ടത്തിലുമായിട്ട് കഴിയാം. ക്ലബിൽ എന്താ ചെയ്യുക? ക്ലബിൽ വെച്ച് പുസ്തകം വായിക്കുകയും പുസ്തകത്തെക്കുറിച്ച് പറയുകയും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. അതാണ് ക്ലബിൽ ചെയ്യുക. പിന്നെയോ പൂന്തോട്ടത്തിലാണെങ്കിലോ കളിക്കാം അല്ലേ? അപ്പം നമുക്ക് ക്ലബിലും പൂന്തോട്ടത്തിലുമായിട്ട് ഒഴിവ് സമയം ചിലവഴിക്കാം. ഹയ്യാ നുബ്ദിഉ ഹയ്യാ നംറഹു, വരൂ നമുക്ക് സന്തോഷിക്കാം, നമുക്ക് ആസ്വദിക്കാം. ഹയ്യാ നസ്അദു ഖശബൽ മസ്റഹ്, വരൂ നമുക്ക് സ്റ്റേജിൽ കയറാം, സ്റ്റേജിൽ കയറി പാട്ട് പാടാം. ഹയ്യാ നൻഷതു ഹയ്യാ നഫ്രഹു, വരൂ നമുക്ക്
കളിക്കാം, നമുക്ക് സന്തോഷിക്കാം. വനുഹത്തിമു ഖൈദൽ അഹ്സാൻ, ദുഃഖങ്ങളുടെ കെട്ട് നമുക്ക് കഴിക്കാം, നമുക്ക് ദുഃഖങ്ങളുടെ കെട്ടഴിക്കാം. എന്ന് വെച്ചാൽ ദുഃഖങ്ങളൊന്നും നമ്മളുടെ മനസ്സിലുണ്ടാവുകയില്ല, നമുക്ക് കളിക്കാം. ഹയ്യാ നുബ്ഹിറു ഫിൽ ഹാസൂബ്, വരൂ നമുക്ക് കമ്പ്യൂട്ടറിൽ കൂടെ സഞ്ചരിക്കാം, കമ്പ്യൂട്ടറിൽ തിരയാം അല്ലേ. നബ്ഹസു അൻ കുല്ലിൽ മത്ലൂബ്, ആവശ്യമുള്ളതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൽ തിരയാം. നബ്ഹസു, നമുക്ക് തിരയാം. അൻ കുല്ലിൽ മത്ലൂബ്, ആവശ്യമുള്ളതെല്ലാം. നൻഹലു മിൻ ഇൽമിൻ മഹബൂബ്, പ്രിയപ്പെട്ട അറിവ് നമുക്ക് നുകരാം, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അറിവ്, വിജ്ഞാനം കമ്പ്യൂട്ടറിൽ നിന്നും നേടാം. കമ്പ്യൂട്ടറിൽ ഒരുപാട് അറിവ് നമുക്ക് നേടാൻ പറ്റും, ഇന്റർനെറ്റിൽ നിന്നും ഒക്കെ. വനുഹഖിഖു ഹുൽമൽ ഇൻസാൻ, മനുഷ്യന്റെ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാം. മനുഷ്യന്റെ സ്വപ്നം എന്താണ്? നന്നായി അറിവ് നേടുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, മുന്നോട്ട് പോവുക, പുരോഗമിക്കുക അല്ലേ. അതിനൊക്കെ ആദ്യം പഠിക്കണം അല്ലേ, പഠിച്ചുകൊണ്ടേയിരിക്കണം, അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമുക്ക് അറിവ് നേടാം എന്നാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ. കളിക്കുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം, രണ്ടും ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, നക്തശിഫു, നമുക്ക് കണ്ടെത്താം, അൽ അൽഫാല, വാക്കുകൾ, അൽ മഖ്തൂമത്ത, അവസാനിക്കുന്ന, ബി മീം, മീം കൊണ്ട് അവസാനിക്കുന്ന, പിന്നെയോ ബാ ഹ നൂന്, മീം ബാ ഹ നൂന് എന്നീ അക്ഷരങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ കണ്ടെത്താം ഈ കവിതയിൽ നിന്നും. മീം കൊണ്ട് അവസാനിക്കുന്ന ഒരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നുഖസ്സിമു. ഇനി മറ്റ് 2 വാക്കുകൾ കൂടെ നമ്മൾ കണ്ടെത്തി ഇവിടെ എഴുതണം. നമുക്കിവിടെ നോക്കാം, മീം കൊണ്ട് അവസാനിക്കുന്ന വാക്ക് എവിടെ? ഇവിടെ നുഖസ്സിമു ഉണ്ട് അല്ലേ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കിവിടെ നുഹത്തിമു എന്ന് കാണാം. നുഹത്തിമു ഖൈദൽ അഹ്സാൻ, അപ്പൊ നുഹത്തിമു എന്നവിടെ എഴുതാം. പിന്നെയോ ഇവിടെ ഇൽമിൻ ഉണ്ടല്ലേ, എൽമിൻ, അതും എഴുതാം, അതും മീം കൊണ്ട് അവസാനിക്കുന്ന വാക്കാണ്. പിന്നെ ബാ കൊണ്ട് അവസാനിക്കുന്ന വാക്ക് അതെവിടെ? ഇവിടെ നോക്കൂ, അൽ ഹാസൂബ് എന്ന് കാണാം. അതേപോലെ അൽ മത്ലൂബ്, നുബ്ഹിറു ഫിൽ ഹാസൂബ് കുല്ലിൽ മത്ലൂബ്. അപ്പോൾ ഹാസൂബും മത്ലൂബും എഴുതാം. പിന്നെയോ അതിന് അടിയിൽ മെഹബൂബ് എന്നുണ്ട് അല്ലേ, അതും എഴുതാം. പിന്നെയോ മീം ബാ ഹ ആണ് പിന്നെ പറഞ്ഞത്, ഹ ഉന്നൂനു അല്ലേ. ഹ കൊണ്ട് അവസാനിക്കുന്ന വാക്ക് എവിടെ? ഇതാ ഹയ്യ നംറഹ് എന്ന് കാണാം, നംറഹ്. പിന്നെ അൽ മസ്റഹ്, ഖശബൽ മസ്റഹ്, അങ്ങനെ അത് രണ്ടും എഴുതാം. പിന്നെ നഫ്രഹ്, അതും എഴുതാം, നഫ്രഹ്. ഇനി നൂന് കൊണ്ട് അവസാനിക്കുന്ന കുറെ വാക്കുകളുണ്ട്. യാ ഇഖ്വാൻ, ഒന്നാമത്തെ വരിയിലുണ്ട് അല്ലേ, ഇഖ്വാൻ. പിന്നെ അൽ അക്വാൻ, പിന്നെ അൽ ബുസ്താൻ, ഇനിയുമുണ്ടല്ലോ അൽ അഹ്സാൻ, അൽ ഇൻസാൻ. ഇത്രയും വാക്കുകളുണ്ട്. നമ്മൾ ആദ്യത്തെ 3 ഇവിടെ എഴുതുക. ഓക്കെ, ഇതൊക്കെയാണ് ഈ അക്ഷരങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ. ഇനി നസ്ലു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ചേർക്കാം. ഇവിടെ വായിച്ചു നോക്കൂ, നബ്ഹസു. നബ്ഹസു എന്ന വാക്കിന് ചുവന്ന നിറമാണ് അല്ലേ. അതേപോലെ ചുവന്ന നിറത്തിലുള്ള വേറെയും കുറെ വാക്കുകളുണ്ട്. എല്ലാം ഈ ചുവന്ന നിറത്തിലുള്ള വാക്കുകളെല്ലാം തുടങ്ങുന്നത് നൂന് കൊണ്ടാണ്. നോക്കിക്കോളൂ, നസ്അദു, നൻഷത്തു, നുഖസ്സിമു, നുബ്ദിഉ. അതിന്റെ മറുവശത്തുള്ള വാക്കുകളോ, അതും നൂന് കൊണ്ടാണ് തുടങ്ങുന്നത്. നൻഷത്തു, നുബ്ദിഉ, നുഖസ്സിമു, നബ്ഹസു, നസ്അദു. അപ്പോൾ ഇതിലുള്ള ഈ ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ തന്നെയാണ് ഇപ്പുറം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വരിയിലെയും വാക്കുകൾ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അതിനോട് യോജിപ്പിക്കണം. അവസാനത്തതാണ് ഇവിടെ യോജിപ്പിച്ചത് അല്ലേ. അത് വായിച്ചു നോക്കൂ, ഏറ്റവും അവസാനത്തെ സെന്റൻസ്, ഹയ്യാ നുബ്ദിഉ ഹയ്യാ നംറഹു. അതിൽ നുബ്ദിഉ എന്ന വാക്കുണ്ട്. ആ നുബ്ദിഉ എന്ന വാക്കിലേക്കാണ് ഇവിടെ നിന്ന് വരഞ്ഞത്. അതേപോലെയാണ് നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചെയ്യേണ്ടത്. അതിന്റെ തൊട്ടുമേലുള്ള വാക്ക് നോക്കൂ, സെന്റൻസ് നോക്കൂ, വനുഖസ്സിമു വഖ്ത റാഹാത്ത്. അവിടെ നുഖസ്സിമുവിനാണ് ചുവന്ന നിറമുള്ളത് അല്ലേ. അപ്പോൾ നുഖസ്സിമുവിലേക്ക് വരക്കുക. പിന്നെ ഹയ്യാ നൻഷത്തു ഹയ്യാ നഫ്രഹു, അവിടെ നൻഷത്തു ആണ് ചുവന്നത്, അതുകൊണ്ട് നൻഷത്തുവിലേക്ക് വരക്കുക. പിന്നെ ഹയ്യാ നസ്അദു ഖശ്ബൽ മസ്റഹ്, നസ്അദു അല്ലേ, അതുകൊണ്ട് നസ്അദുവിലേക്ക് വരക്കുക. നബ്ഹസു അൻ കുല്ലിൽ മത്ലൂബ്, നബ്ഹസു അവിടെയുണ്ട്, അങ്ങനെ വരക്കുക. എന്താ നബ്ഹസു എന്ന് പറഞ്ഞാൽ? നമുക്ക് തിരയാം. നബ്ഹസു, നമുക്ക് തിരയാം.
നസ്അദു നമുക്ക് കയറാം, നൻഷത്തു നമുക്ക് ആക്റ്റീവ് ആകാം, ഉന്മേഷവാന്മാരാകാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, പ്രവർത്തിക്കാം. നുഖസിമു നമുക്ക് വിഭജിക്കാം, നുബ്ദിഉ നമുക്ക് തുടങ്ങാം. ഇങ്ങനെയുള്ള വാക്കുകൾ, അതായത് നൂന് കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ. നൂന് കൊണ്ട് തുടങ്ങുന്ന എല്ലാ വാക്കുകളുമാണോ? അല്ല, ഇതൊക്കെ ഫിഅലുകളാണ്, ചെയ്യുന്ന പ്രവർത്തികളാണ് അല്ലേ. നമുക്ക് ചെയ്യാം, നമുക്ക് തുടങ്ങാം, നമുക്ക് കയറാം, കയറുക, ചെയ്യുക, അതൊക്കെ ഫിഅലുകളാണ്, പ്രവർത്തികളാണ്. അങ്ങനെ ഫിഅലുകളുടെ ആദ്യത്തിൽ നൂന് വരികയാണെങ്കിൽ അർത്ഥം എന്തായിരിക്കും? നമ്മൾ എന്നുള്ള അർത്ഥമാണ് കിട്ടുക. നബഹസു നമുക്ക് തിരയാം, അല്ലെങ്കിൽ നമ്മൾ തിരയുന്നു. നസ്അദു നമുക്ക് കയറാം, അല്ലെങ്കിൽ നമ്മൾ കയറുന്നു. സന്ദർഭം അനുസരിച്ച് നമുക്ക് കയറാമെന്നോ, നമ്മൾ കയറുമെന്നോ, നമ്മൾ കയറുന്നു എന്നോ, അങ്ങനെ ഏതും ആക്കാൻ പറ്റും. നൻഷത്തു നമുക്ക് ചെയ്യാം. അങ്ങനെ ഓരോന്നും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ആ അർത്ഥം വരുന്ന രൂപത്തിലായിരിക്കും നൂന് കൊണ്ടാണ് ഫെയിൽ തുടങ്ങുന്നത് എങ്കിൽ. ഒരു ഉദാഹരണത്തിന് നമ്മൾ പോകും എന്നെങ്ങനെ പറയും? നദ്ഹബു നമ്മൾ പോകും. നമ്മൾ എഴുതും എങ്ങനെ പറയും? നക്തുബു നമ്മൾ എഴുതും. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും പറയും കേട്ടോ. ഞങ്ങൾ വായിക്കുന്നു എന്നെങ്ങനെ പറയും? നഖറഉ ഞങ്ങൾ വായിക്കുന്നു. അതാണ് നൂന് കൊണ്ട് തുടങ്ങിയാലുള്ള അർത്ഥം. ഇനി ഇവിടെ വാക്കർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നു, നമ്മുടെ പാഠഭാഗത്തുള്ള വാക്കുകളുടെ അർത്ഥങ്ങൾ. ഇനി ഇവിടെ എന്ത് ചെയ്യണം എന്നറിയോ? നുലവിനു ഹസബൽ ഇഷാറത്ത് സൂചനക്കനുസരിച്ച് നിറം കൊടുക്കണം. ഇവിടെ കുറേ നമ്പറുകൾ കാണാം അല്ലേ? 29, 90, 89, 32. ഇതിൽ നമ്മൾ നിറം കൊടുക്കണം. ഏതൊക്കെ നിറങ്ങളാണ് കൊടുക്കേണ്ടത്? മിൻ വാഹിദിൻ ഇല അഹദ അഷറ 1 മുതൽ 11 വരെയുള്ള കോളങ്ങൾക്ക് അഹ്മർ ചുവന്ന നിറം, 1 മുതൽ 11 വരെയുള്ള കള്ളികൾക്ക് ചുവന്ന നിറം നൽകണം. പിന്നെ 12 മുതൽ 22 വരെയുള്ളവയ്ക്ക് അസ്ഫർ മഞ്ഞ നിറം. പിന്നെ 23 മുതൽ 31 വരെയുള്ളതിന് അഹ്ലർ പച്ച നിറം. 32 മുതൽ 36 വരെയുള്ള കള്ളികൾക്ക് അസ്റഖ് നീല നിറം നൽകണം. അത് നിങ്ങൾ നൽകി നോക്കുക. അപ്പോൾ എന്താണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് നിറം നൽകിയാൽ കിട്ടുക. ഇതാണ് ഒന്ന് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഈ കള്ളികൾക്ക് ചുവന്ന നിറവും. പിന്നെ ഇവിടെ ഇതാ 12 മുതൽ, ഇതാണ് 12, 13, 14, 15, 16, അങ്ങനെ 19, 20, 22 വരെയുള്ള ഈ കള്ളികൾക്ക് മഞ്ഞ നിറം നൽകുക. പിന്നെ ഇവിടെ ഇതിന് പച്ച അല്ല, 23, 24, 25 അങ്ങനെ ഇതാ ഇവിടം വരെ പച്ച നിറം. ഇവിടെ 32 മുതൽ 36 വരെ നീല നിറം. അങ്ങനെ നിറം നൽകിയാൽ ഇതേപോലെ ലഭിക്കും. ഇതെന്താണ് സാധനം? നിറം നൽകിയാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് നമ്മളിനി ഇങ്ങനെ തിരിച്ചു വെക്കുക. അപ്പോൾ നമുക്കൊരു വാക്ക് കിട്ടും. ഇത് വായിക്കൂ. ശുക്രൻ. എന്താണ് വായിക്കുക? ശുക്രൻ നന്ദി അല്ലേ? ഇതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതോടെ നമ്മുടെ 3ാം ക്ലാസ്സിലെ മുഴുവൻ പാഠങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. നന്നായി പഠിക്കുക.